ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. മഴയൊക്കെ ആയി കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനിയിപ്പം മീനൊക്കെ കിട്ടുക നല്ല പാടാണ്. നമ്മൾ തിരുവനന്തപുരംകാർക്കാണെങ്കിൽ മീനില്ലാത്ത ദിവസത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ? അപ്പോൾ അതിന് മീനെ വെല്ലുന്ന റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നാടൻ റെസിപ്പിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന നാടൻ റെസിപ്പി തന്നെയാണ്. പക്ഷേ പലരും മറന്നുപോയതായിരിക്കും. ഇപ്പം നമുക്ക് എന്തൊക്കെയാണ് ചക്ക സീസണൊക്കെയാണ് അല്ലേ? ഒട്ടുമിക്ക വീടുകളിൽ മുരിങ്ങക്കായും കാണും. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് നമുക്ക് തീയലാണ് ഇന്നത്തെ റെസിപ്പി, നല്ല വറുത്തരച്ച തീയൽ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് തന്നെ ഞാൻ കുറച്ച് ചക്കക്കുരുവൊക്കെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. രണ്ടായിട്ടൊന്ന് കീറിയും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നാടൻ റെസിപ്പിയൊക്കെ ആകുമ്പം അടുപ്പിൽ വെച്ച് നല്ല ചട്ടിയിൽ എടുക്കുമ്പോഴായിരിക്കും ആ ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ ചക്കക്കുരുവൊക്കെ ഒന്ന് ചട്ടിയിലിട്ട് വയ്ക്കാൻ കേട്ടോ. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. നമുക്ക് ചക്കക്കുരുവാണ് മുരിങ്ങയും കാട്ടിയും കുറച്ചും കൂടി വേവുള്ളത്, അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒന്ന് വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ തന്നെ ചക്കക്കുരു വെന്ത് വരും. ആ സമയത്ത് നമുക്ക് മുരിങ്ങക്ക കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചട്ടിയിലോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ തീയലുണ്ടാക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങ കൂടി വറുത്തെടുക്കാം. ചട്ടിയിൽ വെച്ചിട്ടുള്ള ഇതൊക്കെ ഒന്ന് തിളച്ച് വരുന്ന ആ സമയത്ത് നമുക്ക് തേങ്ങയും കൂടി വറുത്തരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നടക്കും അല്ലേ? അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമില്ലാത്ത ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ചട്ടി അടുപ്പി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതൽ കറി വേണമെന്നുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ തേങ്ങ എടുത്തോളൂ കേട്ടോ. നമുക്ക് വെള്ളത്താലെ കറി ആയിപ്പോയാൽ ടേസ്റ്റിങ് മാറിപ്പോവും. അതുകൊണ്ട് തേങ്ങ വെച്ചാകുമ്പോഴത്തേക്കും കറിക്ക് നല്ല കുറുവലും കിട്ടും, ആവശ്യത്തിനുള്ള കറിയും കിട്ടും. അപ്പോൾ ആ രീതി നോക്കിയാൽ മതി കേട്ടോ. അല്ലാതെ കുറേ വെള്ളം ഒഴിച്ചെടുത്താൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് അങ്ങ് ഇല്ലാതായിപ്പോവും. അപ്പോൾ തീ ചെറുതായിട്ടത് കുറച്ചിട്ടിട്ട് ആ തേങ്ങ പതുക്കെ വറുത്തെടുക്കുകയാണെങ്കിൽ തേങ്ങ അടി പിടിക്കാതെയും കരിയാതെയും കിട്ടും കേട്ടോ. വറുത്തെടുത്തിട്ടുണ്ട്. ഈ സമയം വേണമെങ്കിൽ നമുക്ക് പുളിയും കൂടെ ഇട്ട് ഇതിലോട്ട് വറുത്തെടുക്കാം കേട്ടോ. പക്ഷേ ഞാൻ പുളി പ്രത്യേകം പിഴിഞ്ഞാണ് എടുക്കുന്നത്. ഇതിലോട്ട് ആവശ്യത്തിന് മസാല കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറേശ്ശെയാണ് ചേർത്തിക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ സമയം നമുക്ക് വേണമെങ്കിൽ തീ അണച്ചു കൊടുക്കാം കേട്ടോ. കാരണം നമ്മൾ ചട്ടിയൊക്കെ ചൂടായിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ പൊടി കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പൊടി കരിഞ്ഞു പോയ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് തീ അടച്ചു കൊടുത്തിട്ട് ഈ പൊടിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആ തേങ്ങയുടെ ചൂടിലും ചട്ടിയുടെ ചൂടിലൊക്കെ ഈ പൊടിയൊക്കെ ഒന്ന് നല്ലതുപോലെ തന്നെ മൂത്തും കിട്ടിക്കോളും. ചൂട് മാറിയതിന് ശേഷം നമുക്ക് അത് അരച്ചെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു നേരത്തെ പുളി അതിലോട്ട് ഇട്ടല്ല എടുക്കുന്നത്, പുളി പിഴിഞ്ഞാണ് ഒഴിക്കുന്നതിന്. അപ്പോൾ അതിനായിട്ടുള്ള പുളി ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കൊന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം. നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുത്ത വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് മുരിങ്ങക്ക ഇട്ട് കൊടുക്കുക. ഒന്ന് കീറിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് കൊച്ചുള്ളി കൂടി രണ്ടായിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഞാൻ ചെറുതായിട്ട് മസാല കൂടി ചേർത്ത്, മസാല എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തേങ്ങയിലിട്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ കുറച്ചായിട്ട് ഇട്ടാൽ മതി. ഇതിലും കൂടെ ഒന്ന് ചെറുതായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ഇടുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ചക്കക്കുരുവിൽ മുരിങ്ങക്കയിലേക്ക് ആ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ടാണ് ഇങ്ങനെ നേരത്തെ കുറച്ച് മസാലയും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ പുളിവെള്ളം കൊണ്ട് ഇതിൽ തിളയ്ക്കുമ്പോഴത്തേക്ക് ആ പുളിയുടെ ടേസ്റ്റും അതിലൊക്കെ നല്ലതുപോലെ തന്നെ കിട്ടും കേട്ടോ. തക്കാളി ഇടുന്നില്ല, കാരണം പുളി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് തക്കാളി ഇടേണ്ട ആവശ്യം വരില്ല കേട്ടോ. നമ്മൾ തേങ്ങയുടെ ചൂടൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇനി തേങ്ങ ഒന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ അരയ്ക്ക് മുമ്പേ തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ തേങ്ങ തിരികെ സമയത്തിന് കുറച്ച് കണ്ടങ്ങളായിട്ടൊക്കെ തേങ്ങ വന്നിട്ടുണ്ടായിരുന്നു.
അപ്പോൾ ഈ പൊടിച്ചെടുക്കുമ്പോഴത്തേക്കും ആ കണ്ടങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ പൊടിഞ്ഞ് കിട്ടുകയും ചെയ്യും. അരയ്ക്കുമ്പോഴത്തേക്കും കണ്ടായിട്ടൊന്നും കിടക്കാതെ നല്ലതുപോലെ അരച്ചും കിട്ടും കേട്ടോ. അപ്പോൾ അതിനായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആ കണ്ടങ്ങളൊക്കെ മാറി പോയിട്ടുണ്ട്, നല്ലതുപോലെ തന്നെ പൊടിഞ്ഞും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം. ഇത് നമ്മുടെ ചക്കക്കുരുവും മുരിങ്ങക്കയൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 പച്ചമുളക് കൂടി കീറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ അരച്ച് അരപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി മിക്സി കഴുകിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. കറിയൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമ്മൾ കറിയിൽ ഉപ്പും കൂടെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പ് കണക്കിന് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അധികം വെള്ളത്താലി ആക്കാതെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ കറിയൊക്കെ നല്ലോണം തന്നെ തിളച്ച് കിട്ടിയിട്ടുണ്ട്. കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് കടുകും കൂടി വറുത്തൊഴിക്കാം. സ്വല്പം കടുവും കറിവേപ്പിലയും മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഞാൻ വറ്റൽമുളകും ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓൾ ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നമുക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.